أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ളുഹ അവതരിച്ചതിനെ പറ്റിയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസിൽ വിവരിച്ചത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനുണ്ടായ ഒരു ഇൽഹാമിനെ സംബന്ധിച്ചുള്ള വിവിധ ആളുകളുടെ വീക്ഷണത്തെ സംബന്ധിച്ചും കഴിഞ്ഞ ദർസിൽ വിവരിക്കുകയുണ്ടായി. ഇനി അഥവാ ഇൽഹാം ഇറങ്ങിയ ക്രമത്തിനനുസരിച്ചല്ലെങ്കിൽ ക്രമരഹിതമായി നാം അതിനെ വീക്ഷിക്കുകയാണെങ്കിൽ ഇൽഹാമിൻ്റെ ഓരോ ഭാഗത്തിനും വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകപ്പെടുന്നതാണ് എന്നും പറയുകയുണ്ടായി. ഉദാഹരണത്തിന് നോക്കുക, എല്ലാവരാലും ഉപയോഗിക്കപ്പെടാവുന്നതായ വാക്ക് ഇവിടെ വരൂ എന്ന് ആരെങ്കിലും അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ, എന്നാൽ അതേസമയം അങ്ങനെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് സെയ്ദ് അഭിസംബോധകൻ്റെ മുമ്പിലുണ്ടാവുകയാണെങ്കിൽ അവിടെ സെയ്ദിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ആ സന്ദർഭവുമായി വീക്ഷിക്കുന്നവർ കരുതുന്നതാണ്. എന്നാൽ പറഞ്ഞ അഭിസംബോധനത്തിൽ സെയ്ദുമായിട്ടുള്ള സന്ദർഭത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ, അതെല്ലാം മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ ഇവിടെ വരൂ എന്ന അഭിസംബോധനം ലോകത്തിലെ ഓരോ വ്യക്തികളോടും ആയിത്തീരുന്നതായി മാറുന്നതാണ്. മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു തുടർന്ന് പറയുന്നു, ഇന്ന ആയത്ത് ഇന്ന സന്ദർഭത്തിൽ ഇന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണെന്ന് പറയുന്നത് പോലെയാണ്. ചിലർ ആ ആയത്തിനെ തങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. കാരണം ആ നൽകിയ ആയത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ചിലർ കാണുമ്പോൾ അവരുമായി ആ ആയത്തിനെ താരതമ്യം ചെയ്യുകയും ആയത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം തങ്ങളാണെന്നും ധരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത ആളുകളുടെ ചിന്താഗതിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ വരാനുണ്ടായ സാഹചര്യം അതല്ലെങ്കിൽ കാരണം. ഉദാഹരണത്തിന് നേരത്തെ സൂറ ളുഹ ഇറങ്ങാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന 3 വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, നുബുവത്തിൻ്റെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആൻ്റെ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുറച്ചു കാലത്തേക്ക് നിലച്ചതായും കാണാൻ സാധിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്തുകൊണ്ടെന്നാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ വഹി ഇറങ്ങുന്നത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും അതുമൂലമുണ്ടാകുന്ന ഭയപ്പാടുകളും മറ്റും ദൂരീകരിക്കുകയും വഹിയുമായി ഇണങ്ങിച്ചേരുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാകപ്പെടുത്തുകയുമായിരുന്നു. കാരണം തുടക്കത്തിൽ നടക്കുന്ന കാര്യത്തിൽ മനുഷ്യന് അതിൻ്റെ പ്രാധാന്യവും കാര്യഗൗരവവും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മറിച്ച് പതിയെ പതിയെയാണ് നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും അതിൻ്റെ പ്രാധാന്യവും സ്പഷ്ടമാവുന്നത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് മുമ്പായി തൻ്റെ സഹാബാക്കളെ വിളിച്ചു കൂട്ടിയപ്പോൾ അൻസാരികളായ മദീനാവാസികളിലെ ഒരു മുസ്ലിം ഇപ്രകാരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അങ്ങും അങ്ങയോടൊപ്പം മദീനയിൽ അഭയം പ്രാപിച്ച മറ്റ് മുസ്ലിങ്ങളും മദീനത്ത് വെച്ച് ആക്രമിക്കപ്പെടുന്ന പക്ഷം അങ്ങയുടെ ഭാഗത്ത് ചേർന്ന് യുദ്ധം ചെയ്യുമെന്നാണ് ഞങ്ങൾ സമ്മതിച്ചിരുന്നത്. എന്നാലിപ്പോൾ നാമെല്ലാം മദീനത്ത് നിന്ന് പുറത്തേക്ക് വന്നിരിക്കിയാൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ അന്നത്തെ ആ കരാറിലെ നിബന്ധനകൾ സാധ്യമാവുകയില്ലെന്ന് അങ്ങ് കരുതുന്നുണ്ടാവാം. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലെ, ആ കരാറുണ്ടാക്കിയ കാലത്ത് ഞങ്ങൾ അങ്ങയെ അറിയുന്നത് പോലെ പൂർണ്ണമായും അറിഞ്ഞിരുന്നില്ല. അങ്ങ് അത്യുന്നതമായ ആത്മീയ പദവിയിലാണ് വിരാജിക്കുന്നതെന്നും ഇന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ആകയാൽ ഞങ്ങൾ ആദ്യമുണ്ടാക്കിയ ആ കരാർ ഗണ്യമാക്കാനില്ല. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങ് എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ അതനുസരിക്കാൻ തയ്യാറാണ്.
ഇസ്രായേലിയർ മോശയോട് പറഞ്ഞതുപോലെ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുവിൻ, ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയില്ല. യുദ്ധം ചെയ്യണമെന്നാണെങ്കിൽ അങ്ങയുടെ ഇടത്തും വലത്തും മുമ്പിലും പിന്നിലും ഞങ്ങൾ പൊരുതും. അങ്ങയുടെ മേൽ കൈവെക്കാനാണ് ശത്രുവിൻ്റെ മോഹമെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങൾ അതിനനുവദിക്കില്ല. ഞങ്ങളുടെ ശവദേഹങ്ങളിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ അങ്ങയെ തൊടാൻ പോലും അവർക്ക് കഴിയുകയില്ലെന്ന് ഞങ്ങളിതാ ഉറപ്പു നൽകുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് യുദ്ധത്തിനായിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ ഞങ്ങൾ അതിലപ്പുറവും ചെയ്യാനൊരുക്കം. അതാ അങ്ങ് അകലത്തല്ലാതെ സമുദ്രം, അതിലേക്ക് കുതിക്കണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാർ. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മനുഷ്യന് പതിയെ പതിയെയാണ് ദൈവിക ഇച്ഛകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ അല്ലാഹു തആല ഇവിടെ ആദ്യം ഖുർആനിക വഹി ഇറക്കുകയും പിന്നെ ചെറിയ സമയമെടുക്കുകയും വീണ്ടും വഹി ഇറക്കുകയും പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം വഹി ഇറക്കുകയും ഉണ്ടായത്. ഈ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയുണ്ടായത്. തന്നിൽ അർപ്പിതമായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഈമാനികമായി ആത്മീയപരമായി കൂടുതൽ സ്ഥിരചിത്തതയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നോട്ട് ഗമിക്കാനും സാധിച്ചത്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കല്ലാഹ്.